പണത്തിനും വേണ്ടി ഭാര്യമാരെ തല്ലുന്നവനെ കോടതിയുടെ പടി കേട്ടരുത്. സ്ത്രീധന പീഡന കേസ് പ്രതിക്കെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. സ്ത്രീധനത്തിനു വേണ്ടി ഭാര്യയെ മർദ്ദിച്ച പ്രതിക്കെതിരെയാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ജാർഖണ്ഡിൽ നിന്നുള്ള യോഗേശ്വർ സാബോ എന്ന യുവാവാണ് സ്ത്രീധനം ചോദിച്ച് ഭാര്യയെ ദിവസവും മർദ്ദിക്കുകയും നിർബന്ധിച്ച് ഗർഭപാത്രം നീക്കുകയും ചെയ്യിപ്പിച്ചത്. പിന്നാലെ മറ്റൊരു പെണ്ണ് കെട്ടുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് പോരാഞ്ഞ് ദിവസം മുഴുവൻ പൂജയും ജപവും. എന്നിട്ടാണോ ഈ പരിപാടികളെന്നും ഇത്രയും ക്രൂരനായ ഒരാളെ കോടതിയിൽ എങ്ങനെ കയറ്റാൻ കഴിയും എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. കീഴ്ക്കോടതി വിധിച്ച തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഇയാളുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ, കോട്ടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ച് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയത്. പെൺമക്കളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ആളാണ് പ്രതിയെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. തന്റെ കൃഷിഭൂമി 2 പെൺമക്കൾക്കായി എഴുതി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അനുകൂല ഉത്തരവ് നൽകാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിന് നിലപാട് അറിയിക്കാൻ സമയം നൽകിയിരിക്കുകയാണ് കോടതി. 50,000 രൂപ സ്ത്രീധനം ആവശ്യപ്പെട്ട ഇയാൾ നിരന്തരം ഭാര്യയെ പീഡിപ്പിക്കുകയാണ് എന്നൊരു പരാതിയാണ് 2015 വിചാരണ കോടതിയിൽ ലഭിച്ചത്. തുടർന്ന് 2.5 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 11 മാസം ഇയാൾ ജയിലിൽ കഴിഞ്ഞു. ഇതിനിടെ ജാർഖണ്ഡ് ഹൈക്കോടതി ഈ ശിക്ഷ മരവിപ്പിക്കുകയായിരുന്നു. ശിക്ഷ 1.5 വർഷമാക്കി കുറയ്ക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപ പിഴയുമിട്ടു. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ദിവസവും വീട്ടിൽ പൂജ നടത്തുന്നവർക്ക് സ്വന്തം പെൺമക്കൾക്ക് കുറച്ച് ഭൂമി നൽകാൻ സാധിക്കില്ലേ എന്നായിരുന്നു സ്ത്രീധന പീഡന കേസ് പ്രതിയോട് സുപ്രീം കോടതി ചോദിച്ചത്. പെൺമക്കൾക്ക് കൃഷിസ്ഥലം നൽകുകയാണെങ്കിൽ അനുകൂല ഉത്തരവ് നൽകുന്നത് പരിഗണിക്കാം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. സ്ത്രീധന പീഡന കേസിൽ തടവ് ശിക്ഷ ലഭിച്ച ജാർഖണ്ഡ് സ്വദേശി യോഗേശ്വർ സാബയുടെ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച ഇയാൾക്ക് 2.5 വർഷത്തെ തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. തുടർന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി ശിക്ഷ 1.5 വർഷമായി കുറച്ചെങ്കിലും ഇയാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതേസമയം ഭാര്യയുടെ ഗർഭപാത്രം നീക്കം ചെയ്യിപ്പിച്ച ഇയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്തൊരു മനുഷ്യനാണ് നിങ്ങളെന്ന് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഇയാൾക്കെതിരെ ഉന്നയിച്ചത്. മക്കൾക്ക് സ്ഥലം നൽകാനുള്ള നിർദ്ദേശം വെക്കുകയുമായിരുന്നു. അതേസമയം ആവശ്യപ്പെടാതെ സ്ത്രീധനം നൽകിയ ഭാര്യയുടെ കുടുംബത്തിനെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട ഒരു യുവാവ് രംഗത്തെത്തുകയാണ്. തനിക്ക് സ്ത്രീധനം നൽകിയതിനാണ് ഭാര്യയുടെ മാതാപിതാക്കൾക്കും സഹോദരനുമെതിരെ യുവാവ് പരാതിയുമായി കോടതിയിലെത്തിയത്. ഭാര്യ വീട്ടുകാർക്കെതിരെ FIR എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കുമാറിന്റെ അപേക്ഷ 2022 ജൂലൈയിൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഈ ഉത്തരവിനെതിരെയുള്ള റിവിഷൻ ഹർജിയിലാണ് ഇപ്പോൾ അഡീഷണൽ സെക്ഷൻ ജഡ്ജി നവീദ് ബുദ്ധരാജ വിധി പറഞ്ഞത്. സ്ത്രീധനം ആവശ്യപ്പെടുന്നതാണ് നൽകിയതെന്ന് തെളിയിക്കുന്നതിന് പരാതിക്കാരന് കഴിയാതെ വന്നതോടെ കോടതി ഇയാളുടെ ഹർജി വീണ്ടും തള്ളുകയായിരുന്നു. ഒക്ടോബർ 5 പുറപ്പെടുവിച്ച ഉത്തരവിൽ IPCയുടെ 498A പ്രകാരം പരാതിക്കാരന്റെ ഭാര്യ നൽകിയ പരാതി ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ജഡ്ജി ബുദ്ധിരാജ ചൂണ്ടിക്കാട്ടിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഭാര്യ വീട്ടുകാർ തങ്ങൾ കുമാറിന് അയാൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ത്രീധനം നൽകിയെന്ന് വ്യക്തമായി സമ്മതിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ താൻ ഒരിക്കലും സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കുമാറിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഇത് കോടതിയെ കബളിപ്പിക്കാനുള്ള ശ്രമമായിട്ട് കരുതുന്നതായിട്ടുമാണ് കോടതി വിലയിരുത്തിയത്. ഭാര്യ വീട്ടുകാരുമായുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി പ്രസ്തുത വ്യക്തി രംഗത്തെത്തിയതെന്നായിരുന്നു കോടതി വിലയിരുത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.